നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഗണപതി ഹോമമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഗണപതി ഹോമമോ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗണപതി ഹോമം. ഇവിടെ ഇതിനെന്താണ് പ്രസക്തി ഉള്ളത് എന്നാണ്. എന്നാൽ ഗണപതി ഹോമത്തിൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. അത് എല്ലാവർക്കും അറിയണമെന്നില്ല. എനിക്കറിയാവുന്ന എൻ്റെ ചെറിയ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ, ഞാൻ ഒരാളെ എടുത്തു പറയല്ല, ഈ മന്ത്രതന്ത്രാദികളൊക്കെ അവർക്ക് മാത്രമേ പാടുകയുള്ളൂ എന്ന ഒരു രീതിയിൽ കൊണ്ടു നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മറ്റുള്ള സാധാരണക്കാരും ഇത് പഠിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഹിന്ദു മതത്തിന് പ്രത്യേകിച്ച് മതപഠനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാര്യങ്ങൾ എന്താണ്, നമ്മുടെ അടിസ്ഥാനം ബേസിക് എന്താന്ന് പോലും ഇന്ന് ആർക്കും അറിയാത്തൊരു കാലഘട്ടമാണ്. ഇപ്പോൾ കുറച്ച് സംഘടനകളൊക്കെ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടും, കുറച്ച് നല്ലവരായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പൂജാ പഠനങ്ങളൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കുറച്ച് നല്ല മനസ്സുള്ള, ഉയർന്ന ജാതിയിലൊക്കെയുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ പൂജാ പഠനമൊക്കെ സാധാരണ ജനങ്ങളിലേക്കും ഒക്കെ എത്തിക്കുന്നുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം, അത്തരം കാര്യങ്ങളൊക്കെ അവർ പകർന്നു കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട്. ആ നല്ല മനസ്സിന് ആദ്യമേ നന്ദി പറയട്ടെ. കാരണം ഒരുപാട് സംഘടനകളൊക്കെ അങ്ങനെ നിലവിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ലാതെ തന്നെ പഠിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന സംഘടനകളുണ്ട്. നമ്മൾ പഠിക്കാൻ പോകാൻ മടി കാണിക്കുക അല്ലാതെ അവർ പഠിപ്പിക്കാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ ഒരു പഠനം ഉപയോഗിക്കാം. അത്തരം കാര്യങ്ങളോട് പഠിച്ച് നമുക്ക് ഇത്തരം അറിവുകളൊക്കെ നേടിയെടുക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലുള്ള അങ്ങനെയുള്ള സംഘടനകളും അങ്ങനെയുള്ള വ്യക്തികളൊക്കെ, അവരോട് നമുക്ക് എന്നും ഒരു കടപ്പാട് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഗണപതി ഹോമത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, സാധാരണ ഹിന്ദു മതാചാര പ്രകാരം ഗണപതി ഹോമം ഏതൊരു പുണ്യകർമ്മത്തിന്റെയും മുന്നോടിയായിട്ട് നടത്താറുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ പുണ്യകർമ്മത്തിന്റെയും മുന്നോടിയായിട്ട് നമ്മൾ ഗണപതി ഹോമം നടത്താറുണ്ട്. പക്ഷേ ഈ ഗണപതി ഹോമം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. എന്നാൽ ഒരുപാട് ആൾക്കാർ അറിയുന്നവരുണ്ട്. എന്നാൽ പലർക്കും ഇത് അറിയുന്നില്ല. ഒരു ചടങ്ങ് പോലെ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് ഈ ഗണപതി ഹോമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതും കൂടി നമ്മൾ നോക്കാം. ഗണപതി വന്ദനത്തിൽ ഏറ്റവും പ്രധാനം അറിയിക്കുന്ന ഒന്നാണ് ഗണപതി ഹോമം. ഏറ്റവും പ്രാധാന്യമുള്ളതും അത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു, സർവവിഘ്നങ്ങളും ദുരിതങ്ങളും അകറ്റി സർവ ക്ഷേമ ഐശ്വര്യങ്ങളും നൽകാൻ ഗണപതി ഹോമം വളരെ വിശേഷപ്പെട്ടതാണ്. സാധാരണയായി ഗണപതി പ്രീതിക്കായി വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ തന്നെ എല്ലാവർക്കും വീടുകളിൽ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും ആൾക്കാർ ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് ഗണപതി ഹോമം നടത്താറ്. കാരണം അവിടെയാകുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ നാളും പേരും ചേർത്ത് ഗണപതി ഹോമം അതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഗണപതി ഹോമം നടത്താറ്. അപ്പോൾ സാധാരണ ഗണപതി ഹോമമാണ് നമ്മൾ നടത്താറ്. എവിടെയും ഒരു വീട്ടിലൊരു ഗണപതി ഹോമം നടത്തണമെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ പുതിയ വീട് വെച്ച് താമസിക്കുമ്പോഴോ
അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴോ, നമ്മളൊരു വിദേശ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഒരു വാ ഒരു വാഹനമൊക്കെ വാങ്ങിച്ച ചിലവർ ഒരു ഗണപതി ഹോമം നടത്താറുണ്ട്. എന്ന് വേണ്ട സകലവിധ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഗണപതി ഹോമം നടത്താറുണ്ട്. ഏറ്റവും പുണ്യദായകവും സർവ അഭിഷ്ടസിദ്ധിയുമാണ് ഗണപതി ഹോമത്തിന്റെ ഫലം എന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ധാരാളം അറിയുന്നവരും ഉണ്ട്. വേഗത്തിൽ ഫലം നൽകുന്ന ഒരു കർമ്മമാണ് ഗണപതി ഹോമം. ജീവിതത്തിൽ ശ്രേയസ്സും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവാൻ ഗണപതി ഹോമം നടത്താറുണ്ട്. സാധാരണ ഒറ്റ നാളികേരം കൊണ്ട് നമുക്ക് ഗണപതി ഹോമം നടത്താം. ഒരു നാളികേരം മാത്രം, ഒരു ചെറിയ രീതിയിലുള്ള ഗണപതി ഹോമം നടത്താൻ ഒരു നാളികേരം മാത്രം മതിയാകും. എന്നാൽ നിത്യ ഗണപതി ഹോമം ചെയ്യുന്നവരുണ്ട്. ഗണപതി ഹോമത്തിന് ഒരു നാളികേരം മാത്രം മതിയാവും. ഇനി വിപുലീകരിച്ച് ഗണപതി ഹോമം ചെയ്യണമെങ്കിലോ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ചെയ്യാറുണ്ട്. സർവ്വകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. സർവ്വവിഘ്നങ്ങളും ഒഴിഞ്ഞ് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം നടത്താറുള്ളത്. കാരണം ഗണപതി ഭഗവാൻ പഞ്ചഭൂതാത്മകനാണ്. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് പഞ്ചഭൂതങ്ങൾ. അപ്പോ നമ്മൾ ചെയ്യുന്ന ഈ ഗണപതി ഹോമം ഒരു പഞ്ചഭൂതാത്മകനാണ്. ഗണപതി എല്ലാ ദേവന്മാരുടെയും ഗണനായകനാണ്. ഗണപതി ഭഗവാൻ എല്ലാ ദേവന്മാരുടെയും ഗണനായകനാണ്. അപ്പൊ ഗണനായകനാണ് ഭഗവാൻ. ഗണപതി ഭഗവാൻ ഗണനായകനാണ്. ഗണേശൻ ഗണനായകൻ. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലായാലും എന്ത് കർമ്മത്തിന്റെ മുന്നോടിയായാലും ഗണപതിക്ക് പൂജ കൊടുത്തിട്ടേ മറ്റെല്ലാ ദേവന്മാർക്കും പൂജ കൊടുക്കാറുള്ളൂ. പിതാവായ ശിവഭഗവാന് പോലും കർമ്മം കൊടുക്കുന്നത് മകനായ ഗണപതി ഭഗവാനെ വന്ദിച്ച ശേഷമാണ്. ഭഗവാൻ വിഘ്നങ്ങൾ ഒഴിച്ചിടുന്നവനാണ്, നമുക്കറിയാം. എന്നാൽ ഗണപതി ഹോമത്തിൽ പല കാര്യങ്ങളും സാധിക്കാൻ പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഗണപതി ഹോമം നടത്താം. 108 നാളികേരം കൊണ്ട് ഗണപതി ഹോമം ചെയ്യാറുണ്ട്. 336 നാളികേരം കൊണ്ട് ഗണപതി ഹോമം ചെയ്യാറുണ്ട്. 1008 നാളികേരം കൊണ്ട് ഗണപതി ഹോമം ചെയ്യാം. 10008 നാളികേരം കൊണ്ടും ഗണപതി ഹോമം ചെയ്യാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗണപതി ഹോമത്തിന്റെ അവസാനത്തിൽ 24 എള്ളുണ്ടയും 24 മോദകവും ചേർത്ത് ഹോമിച്ചാൽ ഫലം പരിപൂർണമായിരിക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് ഭഗവാൻ നിറവേറ്റി തരുമെന്നാണ് വിശ്വാസം. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക്, അതായത് ആചാര്യന്, നമ്മൾ നൽകേണ്ട ഒരു ദക്ഷിണ ഉണ്ട്. ദക്ഷിണ നൽകേണ്ട ഒരു രീതിയുണ്ട്. അതും കൂടി പാലിച്ചു പോയാലേ കർമ്മത്തിന് ഫലപ്രാപ്തി പൂർണ്ണമാവുകയുള്ളൂ. ആയത് 4 വെറ്റിലയാണ് ദക്ഷിണ കൊടുക്കാൻ ഉപയോഗിക്കേണ്ടതെന്ന് പറയപ്പെടുന്നു. അതിനൊരു ഉദ്ദേശമുണ്ട്. 4 വെറ്റില, അടയ്ക്ക, അതോടൊപ്പം നാണയം, ഇവ 3 ചേർത്താണ് ആചാര്യന് ദക്ഷിണ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 4 വെറ്റില എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. മാതാ, പിതാ, ഗുരു, ദൈവം. ഈ 4 വെറ്റില കൊണ്ട് ഇവരെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ വെറ്റില കൊണ്ട് നമ്മൾ നമ്മുടെ അമ്മയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വെറ്റില കൊണ്ട് അച്ഛനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ വെറ്റില കൊണ്ട് നമ്മുടെ ഗുരു ആരാണോ അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നു. 4-മത്തെ വെറ്റില കൊണ്ട് ദൈവത്തെ സൂചിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതാണ് 4 വെറ്റിലയുടെ ഉദ്ദേശം. അപ്പൊ ഈ 4 വെറ്റില കൊണ്ട് ആചാര്യന് നമ്മൾ ദക്ഷിണ കൊടുക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പൂജ കഴിഞ്ഞ പ്രസാദമടക്കം നമ്മൾ വാങ്ങിക്കരുത് എന്നാണ് ഇതിലെ നിയമങ്ങൾ. കാരണം എല്ലാം ഭഗവാന് സമർപ്പിച്ച് നമ്മൾ പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാം ഭഗവാന് നമ്മൾ നൽകിയിട്ട് പിന്നോട്ട് പോരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഭഗവാന് സമർപ്പിച്ച് നമ്മൾ പിന്നോട്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ്
പ്രസാദമടക്കം പലതും നമ്മൾ എടുക്കരുത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ഇതിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിയില്ല. ഇങ്ങനെ ആരെങ്കിലും ചില അറിവുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് പഠിച്ചിരിക്കുന്നു, അത്ര തന്നെ. മാത്രമല്ല, നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾക്ക് ദക്ഷിണ കൊടുത്ത, ഒരു ആചാര്യന് ദക്ഷിണ കൊടുത്ത ആ വെറ്റിലനെ വീണ്ടും എടുത്ത് വീണ്ടും മറ്റേ ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കുന്ന രീതിയുണ്ട്. അതൊരിക്കലും ചെയ്യരുത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം നമ്മൾ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത ആ വെറ്റില നമ്മൾ വാങ്ങിക്കരുത്. അതുപോലെ തന്നെ പുതിയ വെറ്റില എടുത്തിട്ട് മറ്റുള്ള ആൾക്കാർക്കും ദക്ഷിണ കൊടുക്കണം എന്ന നിയമമുണ്ട്. അതുപോലെ ഇനി പറയാനുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതിലൊരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട്, പലർക്കും അറിയാത്ത കാര്യങ്ങൾ. കാരണം ഗണപതി ഹോമം നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞു. മിക്കവാറും എല്ലാ ഒരു ചടങ്ങായിട്ട് നമ്മൾ വീടായാലും നമ്മൾ എന്ത് ശുഭകാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഗണപതി ഹോമം നടത്തി പോരുന്നു. എന്നാൽ അതിൽ അറിയാത്ത ചില കാര്യങ്ങൾ, ഗണപതി ഹോമം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാം. പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഗണപതി ഹോമം മാത്രം നടത്തിയാലും മതിയാവുന്ന സാഹചര്യങ്ങളുണ്ട്. അതിലേക്കായിട്ട് പറയുന്ന ഒരു കാര്യം, നമുക്ക് അഭിഷ്ടസിദ്ധി, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കണോ എങ്കിൽ നമ്മൾ ഗണപതി ഹോമം നടത്തേണ്ട ഒരു രീതിയുണ്ട്. ഐക്യമത്യ സൂക്തം അഥവാ ഗായത്രി അല്ലെങ്കിൽ ഗായത്രി മന്ത്രം. ഈ ഐക്യമത്യ സൂക്തമോ ഗായത്രി മന്ത്രമോ കൊണ്ട് നമ്മൾ നെയ്യ് 1008 ഒരു ഹോമിച്ചാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം സാധിക്കുമെന്നാണ് വിശ്വാസം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഐക്യമത്യം കൊണ്ട് അല്ലെങ്കിൽ ഗായത്രി കൊണ്ടോ നമ്മൾ നെയ്യ് 1008 ഒരു ഹോമിക്കണം എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കറുകക്കൂമ്പ് 3 മുക്കി ഹോമിക്കാനാണ് പറയുന്നത്. കറുകേന്റെ കൂമ്പ് 3 കെട്ട്, കറുക എടുത്തിട്ട് 3 കെട്ടിയിട്ട് 3 കൂട്ടി കെട്ടിയിട്ട് അത് ത്രിമധുരത്തിൽ മുക്കിയിട്ട് 1008 ഒരു ഹോമിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വരും എന്നാണ് വിശ്വാസം. കാരണം നമ്മുടെ വീടിനായിക്കോട്ടെ, നമുക്കായിക്കോട്ടെ, ഒരു ഐശ്വര്യം ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നും എന്നും പരാജയം ജീവിതത്തിൽ ഉണ്ടാവുന്ന വീടുകൾ. കാരണം എന്ത് ചെയ്താലും അവിടെ ഒരു ഐശ്വര്യം ഇല്ലാത്തൊരവസ്ഥ. കാരണം എന്തൊക്കെ എല്ലാവരും വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ടാവും, എന്നിട്ട് അവർക്ക് നേട്ടമില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ളവരൊക്കെ ഈ കറുകക്കൂമ്പ് 3 കെട്ടിയിട്ട് 3 കൂട്ടി കെട്ടിയിട്ട് അത് ത്രിമൂതിരത്തിൽ മുക്കി ഹോമിക്കാൻ പറയുക. അങ്ങനെയുള്ളവർക്ക് 1008 ഒരു ഹോമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അനുഗ്രഹം വരും, ഐശ്വര്യം വരും, അഭിവൃദ്ധി ഉണ്ടാവും. ഇവരുടെ കടബാധ്യതകളൊക്കെ തീർന്ന് ഐശ്വര്യം ലഭിക്കുന്നതായിരിക്കും എന്നാണ് വിശ്വാസം. വിവാഹം തീരെ മുടങ്ങിപ്പോവുക, എത്ര ശ്രമിച്ചിട്ടും വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹങ്ങളൊക്കെ മുടങ്ങി, അല്ലെങ്കിൽ പല വിവാഹങ്ങളും വന്നു മുടങ്ങുന്നു, അല്ലെങ്കിൽ അറേഞ്ച്ഡ് ചെയ്തു വെച്ച കാര്യങ്ങൾ മുടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ തീരെ വരാതെ, കല്യാണങ്ങളൊന്നും വരാതെ പ്രായം കൂടി വരുന്ന സ്ത്രീകള്, പുരുഷന്മാര്, ഇവർക്കൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗണപതി ഹോമത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം. തെച്ചിപ്പൂവിന്റെ ആ നാരെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നെയ്യിൽ മുക്കുക. നെയ്യിൽ മുക്കിയിട്ട് സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് ഹോമിച്ചാൽ 1008 ഒരു ഹോമിച്ചാൽ തീർച്ചയായിട്ടും ആ മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ നടക്കും. അത് മാത്രമല്ല, തീരെ കല്യാണം നടക്കാതെ വയസ്സായി പ്രായം കൂടി വരുന്നവർക്ക് ഇതൊരു പരിഹാരമാണ്. അവരുടെ വിവാഹം നടന്ന് സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാവുമെന്ന് ഒരു വിശ്വാസമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഹോമിക്കേണ്ടത്? സ്വയംവര പാർവതി യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി എന്ന് തുടങ്ങുന്ന സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് ഈ തെച്ചിപ്പൂവ് അതിന്റെ തുമ്പ് കളഞ്ഞിട്ട് നെയ്യിൽ മുക്കി 1008 ഒരു ഹോമിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിവാഹങ്ങളൊക്കെ നടന്നിരിക്കും എന്നാണ് വിശ്വാസം. അതുപോലെ വർഷങ്ങളായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞു കുട്ടികളൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് ഇവിടെ പറയുന്ന ഈ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവർക്ക് രണ്ടുപേർക്കും അസുഖം ഒന്നും ഇല്ല. കാരണം നിങ്ങൾ വൈദ്യസഹായം തേടി ഒരു ഡോക്ടറെ കണ്ടു, ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു, നിങ്ങൾ ടെസ്റ്റുകളൊക്കെ ചെയ്തു, നിങ്ങൾ ടെസ്റ്റുകളിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് മറ്റുള്ള കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എന്നിട്ടും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ളവർ എന്തു ചെയ്യണം? സന്താനഗോപാല മന്ത്രം കൊണ്ട് പഞ്ചസാര പാൽപായസത്തിൽ മുക്കി ഹോമിക്കാനാണ് പറയുന്നത്. പഞ്ചസാര 1008 ഒരു
പാൽപായസത്തിൽ മുക്കി ഹോമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്താന ലാഭം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒറ്റമൂലി കൂടിയാണ് ഈ സന്താന ഗോപാല മന്ത്രം കൊണ്ട് പഞ്ചസാര പാൽപായസത്തിൽ മുക്കി ഹോമിച്ചാൽ ഉണ്ടാവുന്നത്. അതുപോലെ ഭൂമി ലാഭം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഭൂമി നല്ല രീതിയിൽ വിറ്റ് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മുടെ സ്ഥലം വസ്തു വിറ്റ് പോവാൻ ആഗ്രഹിക്കുന്നവർ, നല്ല ലാഭത്തിലൊക്കെ വിറ്റ് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതേപോലെ നല്ല രീതിയിൽ ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നല്ലൊരു ഭൂമി മേടിക്കാൻ യോഗമുണ്ടാവാൻ, നമ്മൾ ഭൂമി മേടിക്കുന്നുണ്ട്, നമ്മൾ ഭൂമി മേടിച്ച് അതിൽ വീട് വെച്ച് നമ്മൾ താമസമാക്കുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് അവിടെ താമസിക്കാൻ പറ്റാതെ വരിക, താമസിച്ചാൽ എന്നും അസുഖങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ സാമ്പത്തികമായ നഷ്ടം വരിക. അതുവരെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഈ ഭൂമി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഭൂമി ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഗണപതി ഹോമത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ താമരമൊട്ട് 1008 താമരമൊട്ട് വെണ്ണ പുരട്ടിയിട്ട് ഗണപതി മന്ത്രത്തിൽ വരാഹമന്ത്രം കൊണ്ട് ഹോമിച്ചാൽ ഈ ഭൂമി ലാഭം ഉണ്ടാവും എന്നാണ് വിശ്വാസം. ഭൂമി ലാഭം ഉണ്ടാവാൻ താമരമൊട്ട് വെണ്ണയിൽ പുരട്ടി ഹോമിക്കുക എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ വീടുകളിൽ ഒരു പിതൃക്കളുടെ അനുഗ്രഹക്കുറവുണ്ടായിരിക്കും. ചില വീടുകളിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, പിതൃക്കളുടെ ശല്യമായിരിക്കും, അവരുടെ അനുഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവും, ഒരു കാര്യങ്ങൾ നടക്കാതെ വരിക, സന്താനം കുട്ടികളില്ലാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പിതൃക്കളുടെ ശല്യം കൊണ്ടുണ്ടാവാം. അപ്പൊ പിതൃപ്രീതിക്കായി നമ്മൾ എന്ത് ചെയ്യണം? ഗണപതി ഹോമത്തിൽ അരിയും എള്ളും ചേർത്ത് അനാദി നിത്യ നിതാനന്ദ എന്ന മന്ത്രം കൊണ്ട് 1008 ഉരു ഹോമിച്ചാൽ പിതൃപ്രീതി ഉണ്ടാവും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിതൃപ്രീതി ഉണ്ടായാൽ തന്നെ നമ്മളെ സർവ്വ കാര്യങ്ങൾക്കും തടസ്സം കൂടാതെ നടക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധം കലഹം തീരാൻ, അതായത് നമ്മുടെ വീട്ടില് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എപ്പോഴും കലഹമാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എന്നും പ്രശ്നങ്ങളാ വീട്ടില്. കാരണം കുട്ടികളുള്ള അവർക്ക് പോലും കുട്ടികൾ ഉണ്ടാവും വീട്ടിൽ, അവർക്ക് പഠിക്കാനുണ്ടാവും, അവർക്ക് പോലും ഒരു സമാധാനം കിട്ടില്ല കുട്ടികൾക്ക് പഠിക്കാനൊന്നും. ഇവരെപ്പോഴും കലഹമായിരിക്കും. ഒരു കീരിയും പാമ്പും പോലെ എന്ന് പറയുന്ന പോലെ കീരിയും പാമ്പും ആയിരിക്കും ഇവർ വീട്ടിലൊക്കെ ഉണ്ടാവുക. ചെറിയ ചെറിയ കാര്യം പറഞ്ഞാൽ മതി തല്ലായി ഇവര്, ആകെ പ്രശ്നമായി, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ വരുന്നു, കുട്ടികളുടെ മാനസികാവസ്ഥ തെറ്റിപ്പോകുന്നു. ഇങ്ങനെ പല വീടുകളിലും ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? സംവാദ സൂക്തം കഴിച്ച് ഗണപതി ഹോമം നടത്താം. സംവാദ സൂക്തം കഴിച്ചതിന് ശേഷം ഗണപതി ഹോമം നടത്തിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഈ കലഹം തീർന്ന് ഐശ്വര്യ അഭിവൃദ്ധിയോടെയുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തീരാൻ 7 ദിവസം തുടർച്ചയായി ചെയ്യുക. സംവാദ സൂക്തം കഴിച്ചതിന് ശേഷം ഗണപതി ഹോമം ചെയ്യുക, അല്ലെങ്കിൽ സംവാദ സൂക്തം കൊണ്ട് ഗണപതി ഹോമം ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത്. അതിനായിട്ട് ഉണങ്ങിയ നാളികേരം 16 നാളികേരം, 16 ഫലം ശർക്കര, 32 കദളിപ്പഴം, നാഴി നെല്ല്, ഉരി തേൻ ഇവയൊക്കെ ചേർത്തിട്ട് ഈ ഹോമം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദമ്പതിമാർക്കിടയിലുള്ള പ്രശ്നം തീർന്ന് ഇവർ നല്ല ഐക്യം ഉണ്ടാവുകയും ചെയ്യും. ഐശ്വര്യമായ ജീവിതം നയിക്കാൻ ഇവർക്ക് കഴിയുമെന്നാണ് വിശ്വാസം. അതുപോലെ ആകർഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വശ്യത്തിന് വേണ്ടിയിട്ട്, നമുക്കൊരു വശ്യമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു വശ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് ആൾക്കാർ സംസാരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളടുത്ത് എന്ത് സംസാരിക്കുമ്പോഴും എന്ത് നടക്കും, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഒരു കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും, ഏതെങ്കിലും തരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും, ഇനി വളരെയധികം സ്നേഹിച്ച് ജീവിക്കുന്നവരായാൽ പോലും, കുടുംബത്തിലാണെങ്കിലും, ഇനിയിപ്പോ പ്രേമിക്കുന്നവരാണെങ്കിൽ പോലും, ഇവർക്കൊക്കെ ഒരു വശ്യത വേണം. പരസ്പരം ഒരു വശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ഒരു ആകർഷണം ഉണ്ടാവുകയുള്ളൂ. ഇത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പരസ്പരം ആകർഷണം ഇല്ലാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല ബന്ധങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയും ഉണ്ടാവും. ഈ ഒരു കാര്യം മാത്രമല്ല, സർവ്വ മേഖലയിലും നമുക്കിത് ഉപയോഗിക്കാം. കാരണം നമ്മൾ ചെയ്യുന്ന തൊഴിലിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ ഓണർക്ക് നമ്മളോട് താല്പര്യം വേണ്ടേ? താല്പര്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥർക്ക് നമുക്ക് താല്പര്യം വേണം.
അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും നമുക്കൊരു ആകർഷണം വേണം. അങ്ങനെ ആകർഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് മേഖലയിലും പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ അതിൽ പച്ച പിടിച്ച് അതിൽ ക്ലച്ച് പിടിച്ച് നമുക്കൊരു ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഉയർച്ച കിട്ടണമെങ്കിൽ നമുക്ക് ആകർഷണം, വശ്യം തുടങ്ങിയ കാര്യങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ മുക്കുറ്റി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നെയ്യിൽ മുക്കി അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിക്കാനാണ് പറഞ്ഞത്. അശ്വാരൂഢ പാർവതി മന്ത്രം കൊണ്ട് ഈ മുക്കുറ്റി നെയ്യിൽ മുക്കി ഹോമിച്ചാൽ നമുക്ക് ആകർഷണം ഉണ്ടാവും. അല്ലെങ്കിൽ തെച്ചിപ്പൂവും കറുകക്കൂമ്പും കൂട്ടി ത്രയംബക മന്ത്രം കൊണ്ടും ഹോമിക്കാം. ത്രയംബക മന്ത്രവും കൊണ്ട് തെച്ചിപ്പൂവും കറുകത്തൂമ്പും കൂട്ടി നമ്മൾ ത്രിമധുരത്തിൽ മുക്കി ഹോമിച്ചാലും ആകർഷണം ഉണ്ടാവും. ഇത് രണ്ട് കാര്യങ്ങളിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. അശ്വാരൂഢ മന്ത്രം മുക്കുറ്റി നെയ്യിൽ മുക്കി ഹോമിച്ചാൽ, അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിച്ചാൽ ഈ പറയുന്ന വശ്യം അല്ലെങ്കിൽ ആകർഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുമ്പോൾ 1008 ഉരു ചെയ്യണം. ചെയ്യിക്കുന്ന ആചാര്യൻ നല്ലൊരു ആചാര്യനെ കൊണ്ട് ഈ കർമ്മം ചെയ്യിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആയില്ല, കൃത്യമായി ചെയ്യുന്ന ഒരു ആചാര്യനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയുള്ളൂ. ഉപാസനാ ബലമുള്ള ഒരു ആചാര്യന് മാത്രമേ ഈ കർമ്മങ്ങൾ ചെയ്താൽ ഫലിക്കുകയുള്ളൂ. അല്ലാത്ത ആൾക്കാർ ചെയ്ത ഫലം കാണുകയില്ല. അതുകൊണ്ടാണ് നല്ലൊരു ആചാര്യനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം, നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് നീണ്ടുപോയി. നിങ്ങൾ ഈ ഒരു വിഷയം ഇനിയും പറയാനുണ്ട്. ഇങ്ങനെ പറഞ്ഞ ഒരു ഗണപതി ഹോമത്തിന്റെ കാര്യങ്ങൾ ഇത്രയൊന്നും പറഞ്ഞാൽ തീരില്ല. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എപ്പിസോഡ് നീളം കൂടുകയുള്ളൂ. അത് കണ്ടിരിക്കാൻ ആൾക്കാർ ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കി പറഞ്ഞിട്ട് പോലും എപ്പിസോഡ് നീണ്ടു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനോടൊപ്പം പറയാനുള്ളത് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഓരോ വീഡിയോ ആയിട്ടാവും ഞാൻ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക്, ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളൊന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോ ആയിരിക്കും വരിക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.